आपका भार है, हम पर किया उपकार है। आपका आभार है, आपका आभार है। आपकी आँखों में देखा हमने नूरे खुदाई, आपकी बातों में मिला चैन बड़ा सुखदाई। दिव्य ज्ञान के दर्पण में शिव का हुआ दीदार है। आपका भार है, हम पर किया उपकार है। आपका आभार है, आपका आभार है। ഓം ശാന്തി. ബാബയുടെ മക്കളായി നമ്മളെല്ലാം എത്ര ഭാഗ്യശാലികളാണല്ലേ. രാവിലെ കണ്ണു തുറക്കുമ്പോൾ ബാബയുടെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഉണരുന്നു. പ്രഭാത മുരളിയിലൂടെ ബാബ താരാട്ട് പാടുന്നു. രാത്രി ഉറങ്ങുന്നത് വരെ ഈശ്വരീയ പാലന. നോക്കൂ, രാത്രി ക്ലാസ് നൽകി ഈ ഈശ്വരീയ ലാളനയും പാലനയും വാത്സല്യവും. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കൃപ. അപ്പം നമ്മൾ ബാബയുടെ മക്കൾ ഓരോരുത്തരും വളരെ 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 സൗഭാഗ്യശാലികളാണ്. ഉറങ്ങുന്നത് വരയ്ക്കും ഭഗവാൻ നമ്മളെ ഇത്രയധികം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ബാബ കൂടെയുണ്ട്. ബാബ കണ്ണിൽ വെച്ചിരിക്കുകയാണ്, കണ്ണിലിരുത്തി പരിപാലിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്ക് ബാബ ഉറങ്ങുന്നത് വരെയുള്ള ഈ സ്നേഹവാത്സല്യങ്ങൾ. അപ്പം ഇതെല്ലാം നമുക്ക് എപ്പോഴും നന്ദിയോടെ സ്മരിക്കാം. ഇന്നിനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ബാബ പാണ്ഡവ ഭവനത്തെക്കുറിച്ചുള്ള ബ്രഹ്മബാബയുടെ ശ്രേഷ്ഠമായ സ്മൃതികൾ. പാണ്ഡവഭവനം എങ്ങനെയിരിക്കണം, എന്തായിരിക്കണം. ബാബ പാണ്ഡവഭവനം തയ്യാറാക്കിയത് മുതൽ, ആരംഭം മുതൽ ബാബയ്ക്ക് ഉയർന്ന സങ്കല്പങ്ങളുണ്ടായിരുന്നു. പാണ്ഡവഭവൻ മേ സദാ ഖുഷി കെ നഗാരെ ബജേയും. ബാബ പറഞ്ഞിരുന്നു, ഈ പാണ്ഡവ ഭവനത്തിൽ സദാ സന്തോഷത്തിൻ്റെ വാദ്യഘോഷം നടക്കണം. ഏത് വാദ്യഘോഷം? സന്തോഷത്തിൻ്റെ വാദ്യഘോഷം. സാധാരണ വാദ്യഘോഷം എവിടെ മുഴക്കുക? പെരുമ്പറ എവിടെ മുഴക്കുക? പെരുമ്പറയും ബാൻഡും ഒക്കെ അടിക്കാറില്ലേ? എവിടെയെങ്കിലും സന്തോഷത്തിൻ്റെ ഒരു വാർത്ത കേൾപ്പിക്കണമെങ്കിൽ എല്ലാവരെയും അറിയിക്കാനാണ്. ഉടനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ജയിച്ചാൽ പോലും അങ്ങനെയല്ല ചെയ്യാം, ഉടനെ ബാൻഡ് മേള ഉണ്ടാവും. അപ്പോൾ സന്തോഷത്തിൻ്റെ അവസരത്തിലാണ് ബാൻഡ് മേള. ബാബ പറഞ്ഞിരുന്നു, പാണ്ഡവ ഭവനിൽ സദാ വാദ്യഘോഷമായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സദാ സന്തോഷത്തിൻ്റെ വാദ്യഘോഷം മുഴങ്ങണം. ബ്രാഹ്മണരുടെ ജീവിതത്തിൽ സദാ സന്തോഷത്തിൻ്റെ ഉത്സവമായിരിക്കണം. സെലിബ്രേറ്റിംഗ് യുവർ ലൈഫ്, ഇതായിരുന്നു ബാബയുടെ മുദ്രാവാക്യം. ബ്രാഹ്മണൻ്റെ ജീവിതം എപ്പോഴും സന്തോഷത്തിൻ്റെ ആഘോഷമായിരിക്കും. ഏതൊരു കാരണവശാലും നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ല. മായ വരും നമ്മളെ ഉദാസീനരാക്കാൻ, മൂഡ് ഓഫ് ആക്കാൻ, ദേഷ്യം പിടിപ്പിക്കാൻ, അല്ലേ, അസ്വസ്ഥമാക്കാൻ. പക്ഷേ ആ പിടിയിൽപ്പെട്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ ആത്മീയ ലഹരിയോ സന്തോഷമോ ആത്മീയ ചേതനയോ നഷ്ടപ്പെടുത്തരുത്. നമ്മളെപ്പോഴും മൂഡ് ഓഫ് ആകണേ, ദേഷ്യം പിടിക്കണേ, ആത്മീയ ചേതന നഷ്ടപ്പെടുമ്പോഴാണ്, വിവേക ഹത്യ നടക്കുമ്പോഴാണ്.
അതുകൊണ്ട് ബാബ പറഞ്ഞിരുന്നു, പാണ്ഡവ ഭവനത്തിൽ നിന്ന് ബാബയുടെ മക്കളിൽ നിന്ന് സന്തോഷത്തിൻ്റെ വാദ്യഘോഷം എപ്പോഴും മുഴങ്ങണം. അതുകൊണ്ട് ഇന്ന് നമ്മളെല്ലാവരും ഈ ലക്ഷ്യം വയ്ക്കണം. ഒരിക്കലും നമ്മുടെ വിവേകത്തിൻ്റെ ഹത്യ നമ്മൾ ചെയ്യരുത്. മൂഡ് മാറണ അർത്ഥം എപ്പോഴും ഓർമ്മ വേണം, ഞാൻ വിവേകശൂന്യനാക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനം നൽകുന്നത് ഏത് സാഹചര്യത്തിലും സന്തോഷത്തിലിരിക്കാൻ, ശക്തിയോടെ ഇരിക്കാൻ, സന്തോഷത്തോടെ സാഹചര്യത്തെ, വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവറാണ് ഈശ്വരീയ ജ്ഞാനത്തിലൂടെ കിട്ടണം. അതുകൊണ്ട് നമ്മൾ മക്കൾ ഇന്ന് തീരുമാനം എടുക്കണം. നമ്മളൊരു പാണ്ഡവനാണ്, ശിവശക്തിയാണ്. എന്ത് സാഹചര്യം, കയറ്റിറക്കം വ്യക്തിയിലൂടെ പരിതസ്ഥിതിയിലൂടെ വന്നാലും ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എൻ്റെ വിവേകത്തെ ഹത്യ ചെയ്ത് പെരുമാറില്ല. ഈ ലക്ഷ്യത്തോടു കൂടി വേണം ഇന്ന് നമ്മൾ ബാബയുടെ മധുരമഹാവാക്യം കേൾക്കാൻ. കൈ ബാർ ബാബ कहते वर्षों जब किसी के घर शादी का मौका होता है. ബ്രഹ്മബാബ പറയുമായിരുന്നു, മക്കളെ, ഏതെങ്കിലും വീട്ടിൽ കല്യാണം നടക്കുന്ന വേളയാണെന്നിരിക്കട്ടെ, വിവാഹം നടക്കുകയാണ് ഒരു കുടുംബത്തിൽ. അപ്പോൾ ആ വീട്ടിൽ ഡോളിയ ബാൻഡ് ബജത്തെ, അവിടെ ബാൻഡ് മേളം ഉണ്ടാവും, വാദ്യഘോഷം മുഴങ്ങും. അപ്പോൾ ബാബ തോ കൈ ബാർ സോച്ച്താ ഹെ കി, ബാബ ഇപ്പോൾ പറയണം, ബ്രഹ്മബാബ പറയണം, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, 24 മണിക്കൂറും സന്തോഷത്തിൻ്റെ വാദ്യമേളം, വാദ്യഘോഷം മുഴങ്ങേണ്ട സ്ഥാനമാണ് ബാബ വീട്. എന്താ കാര്യം? ഇവിടെ 24 മണിക്കൂറും കല്യാണമാണല്ലോ നടക്കണത്, അല്ലേ? ബാബയുടെ വീട്ടിൽ 24 മണിക്കൂറും വിശ്വമംഗളം, വിശ്വത്തിലെ സർവ്വാത്മാക്കളുടെയും കല്യാണം, മംഗളത്തിനുള്ള കാര്യമാണ് ബാബ വീട്ടിൽ നടക്കുന്നത്. അമരനാഥനായ പരംപിത ശിവ പരമാത്മാവുമായി മക്കളുടെ സഗായി, എൻഗേജ്മെൻറ്റ്. എന്താ എൻഗേജ്മെൻറ്റ്? മക്കളുടെ പ്രേമപൂർണമായ ജീവിതം ഓർ ഷാദി. ബാബ പറയണേ, ബാബ വീട്ടിൽ 2 കാര്യം നടക്കണേ, ഭഗവാനുമായിട്ടുള്ള എൻഗേജ്മെൻറ്റും വിവാഹവും, നിശ്ചയവും വിവാഹവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രേമവും സന്തോഷവും. ഈശ്വരനുമായി ജീവിതം കോർത്തിട്ട് ഈശ്വരീയ പ്രേമവും ഈശ്വരീയ ആനന്ദവും അനുഭവിക്കാനുള്ള ആഘോഷം നടക്കുന്ന സ്ഥാനമാണ് ബാബ വീട്. അതുകൊണ്ട് ഇവിടെ 24 മണിക്കൂറും വാദ്യഘോഷം, പെരുമ്പറ മുഴങ്ങണം സന്തോഷത്തിൻ്റെ. എന്നിട്ട് ബാബ പറഞ്ഞിരുന്നു, നോക്കൂ, ഇവിടുത്തെ സന്തോഷം കണ്ടിട്ട്, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ വാദ്യഘോഷം കേട്ടിട്ട് ആൾക്കാർക്ക് ആശ്ചര്യം ഉണ്ടാകണം. എന്നിട്ട് എല്ലാവരും നിങ്ങളോട് ചോദിക്കണം, എന്താ നിങ്ങളുടെ അവിടെ ദിവസവും വാദ്യഘോഷം നടക്കണേ, ദിവസവും ബാൻഡ് മേളം കേൾക്കുന്നത് എന്താ? നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിലിരിക്കാൻ എങ്ങനെ കഴിയുന്നു? ബാൻഡ് മേള അർത്ഥം എന്താ? നിങ്ങൾക്ക് എങ്ങനെ സദാ സന്തോഷത്തിലിരിക്കാൻ കഴിയുന്നു എന്ന് മറ്റുള്ളവർക്ക് നിങ്ങളോട് ചോദിക്കാൻ കഴിയണം. തബ് പ്രശ്നകർത്താओं को बताया जाए कि यह आत्माओं की परमात्मा से सगाई होती है. അപ്പോൾ എല്ലാവരോടും എന്തുത്തരം പറയണം? ഇവിടുത്തെ സന്തോഷത്തിൻ്റെ ആധാരം എന്താണ്? സർവാത്മാക്കൾക്കും പരമാത്മാവുമായി ബുദ്ധിയോഗം കൂട്ടിച്ചേർക്കപ്പെട്ട് സുഖശാന്തി കിട്ടുന്ന സ്ഥലമാണിത്. അതിൻ്റെ വാദ്യമേളമാണ് ഇവിടെ നടക്കുന്നത്. ഇസ്സെ ബെഡ്കർ, ഇതിലും വലുതായിട്ട് മറ്റൊരു സന്തോഷം മനുഷ്യന് കിട്ടാൻ വേറെയില്ല. മറ്റൊരു സന്തോഷമേ കിട്ടാൻ വേറെയില്ല. ബാബ എന്തായിരുന്നു പറഞ്ഞേ? ഇതിനേക്കാളും മറ്റൊരു സന്തോഷം, ആത്മാ പരമാത്മ മിലനം, ഇതാണ് ഇവിടെ നടക്കുന്ന കല്യാണം. इस प्रकार बाबा खुशी और उत्साह के एक साकार पावर हाउस थे. ഇപ്രകാരം ബ്രഹ്മബാബ സന്തോഷത്തിൻ്റെയും ഉണർവിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഒരു പവർ ഹൗസ് ആയിരുന്നു. दूसरों में भी ईश्वरीय सेवा के लिए खूब उत्साह भरते रहते थे. ഈശ്വരീയ സേവനങ്ങൾക്കായുള്ള ഉണർവും ഉത്സാഹവും മക്കളുടെ എല്ലാം ഉള്ളിൽ ബാബ നിറച്ചുകൊണ്ടിരുന്നു. അടുത്ത പോയിന്റ്, सम्मेलन के अवसर पर बाबा का दिल्ली पधारना. പറഞ്ഞു വന്നിരുന്നത്
വിശ്വമഹാസമ്മേളനത്തെക്കുറിച്ചാണല്ലോ, ധാർമ്മിക സമ്മേളനം. അതിൽ ബാബ എല്ലാവർക്കും സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ വീണ്ടും ആ സംഭവത്തിലേക്ക് പോവാണ് ഭായ് സാബ്. ആ ധർമ്മസമ്മേളനം നടക്കുമ്പോൾ ബ്രഹ്മ ബാബ സ്വയം ഡൽഹിയിലേക്ക് വന്നു സേവനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ. अब दिल्ली में जो बड़े पैमान पर धर्म सम्मेलन होने वाला था, उस अवसर पर बाबा स्वयं उपस्थित होकर ഡൽഹിയിൽ വലിയ സ്കെയിലിൽ നടക്കാൻ പോകുന്ന ധാർമ്മിക സമ്മേളന സമയത്ത് എങ്ങനെ ഈശ്വരീയ സേവനങ്ങൾ മക്കൾ ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുക്കാൻ, കുട്ടികളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി സ്വയം ബ്രഹ്മബാബ ഡൽഹിയിലേക്ക് വന്നു. ഉൻ ദിനോ ബാബ ദില്ലി മേ പധാരെ. ആ സമയത്ത് ബാബ ഡൽഹിയിലേക്ക് വന്നു. ബാബ के अपने निर्देश से और उनकी अपनी ही देख रेख में, ബാബയുടെ നിർദ്ദേശങ്ങളും ബാബയുടെ തന്നെ പരിപാലനയിൽ, ഡയറക്ഷൻസിൽ, സുവർണ്ണ നിറത്തിൽ വളരെ മനോഹരമായ ആയിരക്കണക്കിന് ഫോൾഡറുകൾ പ്രിൻ്റ് ചെയ്തു. നല്ല ഗോൾഡൻ കളറിൽ ഈശ്വരീയ ക്ഷണം, സദാ ശുഭ ആശംസകൾ, ഇപ്രകാരമുള്ള സുന്ദരമായ ക്ഷണപത്രികകൾ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കി. ജോ ഫോൾഡർ ഇത്തനെ ആകർഷക് ഥേ. ജഗദീഷ് ഭായ് ഓർമ്മിക്കുകയാണ്, അന്ന് അച്ചടിച്ച ആ ക്ഷണപത്രികകൾ അത്ര മനോഹരമായിരുന്നു. ആർക്ക് കണ്ടാലും അതിൽ ആകർഷണം തോന്നുമായിരുന്നു. അത് വാങ്ങിയിട്ട് ആർക്കും വലിച്ചെറിയാൻ തോന്നുമായിരുന്നില്ല. ഉൻകെ സൗന്ദര്യക്കെ കാരൻ, ആ ക്ഷണപത്രികയുടെ ഭംഗി കണ്ടിട്ടെങ്കിലും ഹർ കോയി ഉന്നെ അമൂല്യ പ്രാപ്തി മാൻകർ, ഇതൊരു അമൂല്യ സമ്മാനമാണെന്ന് വിചാരിച്ചുകൊണ്ട് സുരക്ഷിത് രഖ്ന ചാഹത്തെ ഥേ, അത് അവരവരുടെ പക്കൽ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും. അത്ര മനോഹരമായിട്ടാണ് ആ ഫോൾഡർ പ്രിൻ്റ് ചെയ്തിരുന്നത്. അപ്പം ഇതിൽ നമുക്ക് ബാബ നൽകുന്ന സൂചന എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഈശ്വരീയ ഉപഹാരം നൽകുമ്പോൾ ബാബയുടെ പേരിൽ നമ്മൾ നൽകുന്ന എന്ത് ഗിഫ്റ്റുകളാണെങ്കിലും അത് വാങ്ങി വയ്ക്കുന്നവർക്ക് സദാകാലത്തേക്ക് സൂക്ഷിക്കാൻ തോന്നണം. അത്ര നല്ല സാധനം വേണം നമ്മൾ ബാബയുടെ എല്ലാവർക്കും കൊടുക്കാൻ. മഹാദാനി ഓർ കല്യാണി, മഹാദാനിയും മംഗളകാരിയുമായ ബാബ. इसी अवसर पर बाबा ने बड़े आकार के रंगीन चित्र भी छपवाए थे. അതായത് ബാബയ്ക്ക് മക്കളെ പ്രതിയുള്ള മംഗളഭാവന, മഹാദാന സംസ്കാരം, സേവനത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയുകയാണ് ഭായ് സാബ്. ആ വിശ്വധർമ്മസമ്മേളനം നടക്കുമ്പോൾ ബാബ ഈ ഫോൾഡറുകൾ കൂടാതെ വളരെ മനോഹരമായി ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു. ഏത് ചിത്രമായിരുന്നെന്നറിയോ? ജിന്മേ രചയിത പരംപിത ശിവബാബ രചന, സൃഷ്ടിചക്രത്തിൻ്റെയും ശിവബാബയുടെ ചിത്രവും അച്ചടിച്ചു. ശിവബാബയുടെ ത്രിമൂർത്തി ചിത്രമായിരുന്നു. ബാബ കാ നിർദ്ദേശ് था कि हर एक को ये निमंत्रण तथा चित्र. എന്നിട്ട് ബാബ പറഞ്ഞു, സന്ദേശപത്രികയോടൊപ്പം ഈ ചിത്രവും കൂടി മക്കൾക്ക് എല്ലാവർക്കും ശിവബാബയുടെ ഭാഗത്തു നിന്നുള്ള ഗിഫ്റ്റ് പോലെ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ വാങ്ങിക്കാതെ എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണം. വിശേഷकर विदेशियों को जो दूर दूर से काफ़ी खर्च करके आते थे. പ്രത്യേകിച്ചും ബാബ ഇംഗ്ലീഷിലും ഹിന്ദിയിലും പ്രിൻറ്റിങ്ങുകൾ ചെയ്തിരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? ആ പ്രോഗ്രാമിൽ എല്ലാ വിദേശ രാജ്യത്തു നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം പൈസ ചിലവാക്കി ദൂരത്ത് നിന്ന് ഈ ധർമ്മ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദേശികൾക്കെല്ലാം തീർച്ചയായും ഈ ഗിഫ്റ്റ് ഭാരതം ആധ്യാത്മിക പ്രാചീന ദേശത്തിലെത്തിച്ചേരുന്നവർക്കെല്ലാം ഈ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ബാബ പറഞ്ഞു. കാരണം അവർ പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത് ഇത്രയും ദൂരത്തേക്ക്. ബാബ की सम्मति के अनुसार प्रायः सम्मति के अनुसार सभी को ये दिए गए और उन्हें पाकर, അങ്ങനെ ബാബയുടെ നിർദ്ദേശപ്രകാരം സന്ദേശപത്രികയും ചിത്രവും എല്ലാവർക്കും നൽകി.
ഇത് ലഭിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷവും ഉണ്ടായി. इस प्रकार पहली बार दिल्ली सेवा स्थल पर बाबा ने व्रत रूप से ईश्वरीय सेवा करना, ഇപ്രകാരം ഫസ്റ്റ് ടൈം 1957 പറയണേ, ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഈശ്വരീയ സേവനത്തിൻ്റെ ബൃഹത്തായ ഏർപ്പാട് ഡൽഹിയിൽ സ്വയം ബ്രഹ്മ ബാബ ഇരുന്ന് ചെയ്ത് കാണിച്ചു. എങ്ങനെ സേവനങ്ങൾ ചെയ്യണം. ബാബയുടെ മഹാദാനി രൂപം, വിശ്വകല്യാണകാരി രൂപം, ഇത് രണ്ടും ആ സേവനത്തിലൂടെ ബാബ കാണിച്ചു തന്നു. അപ്പോൾ ബാബ സ്വയം ഇരുന്ന് ചെയ്യിച്ചപ്പോൾ എന്തായി? മക്കൾക്കെല്ലാം ഒരു അതിബൃഹത്തായ സേവനത്തിൻ്റെ അവസരങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാം ബാബ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ഡൽഹി തന്നെയാണല്ലോ ഭാരതത്തിലും മിക്കവാറും മുഖ്യ സേവനങ്ങളെല്ലാം നടന്നത് ഡൽഹിയിൽ തന്നെയാണ്. അതിബൃഹത്തായ സേവനങ്ങൾ പലതും. बाबा जिस प्रकार ज्ञान सेवा के तरीके बताते सभी के प्रति ഇപ്രകാരം ഈശ്വരീയ സേവനങ്ങൾ ചെയ്യാനുള്ള പല യുക്തികൾ ബാബ നൽകി. ഏതെല്ലാം അവസരങ്ങൾ നമുക്ക് സേവനത്തിനായി പ്രയോജനപ്പെടുത്താം, സർവരെ പ്രതിയും എങ്ങനെ കരുണയും ആത്മീയ സ്നേഹവും നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അമൂല്യമായ ജ്ഞാനരത്നങ്ങളുടെ ഗിഫ്റ്റുകൾ എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കണം, ഇതെല്ലാം ബാബ പഠിപ്പിച്ചു തന്നു. प्रजापिता ब्रह्मा का कर्तव्य है सभी मूर्छित मनुष्यात्माओं को ज्ञान गंगा जल से पुनर्जीवित करना. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കർത്തവ്യമാണ് മോഹാലസ്യപ്പെട്ട് കിടക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് ജ്ഞാനഗംഗാജലം നൽകി പുനർജീവിതം നൽകുക, രണ്ടാം ജന്മം. ബാബ ने ये कार्य कैसे शुरू किया ആകെ ഉസ്ക വർണ്ണൻ കരേങ്കെ. എങ്ങനെ ബാബ ഈ കർത്തവ്യം ചെയ്യിപ്പിച്ചു, ഇനി മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ ഇതിനെക്കുറിച്ച് വർണ്ണിക്കാം. ജൻ ജൻ കോ ഈശ്വരീയ സന്ദേശ്. ഓരോ ജനങ്ങളുടെ അടുത്തും എങ്ങനെ ഈശ്വരീയ സന്ദേശം ബാബ എത്തിച്ചു, ഓരോരുത്തർക്കും. ഇനി അതിനെക്കുറിച്ച് വളരെ വിസ്താരത്തിൽ, അതായത് സമൂഹത്തിൽ ഏതെല്ലാം വിഭിന്ന തലങ്ങൾ, ഇപ്പം നമ്മൾ വിങ് സർവീസ് എന്നൊക്കെ പറയില്ലേ, ആ വിങ് സർവീസ് എല്ലാം ബ്രഹ്മ ബാബ ചെയ്തിരുന്നു. അതെങ്ങനെയാണ് ബാബ ചെയ്തിരുന്നത്? ഇപ്പം നമ്മളതെല്ലാം തരംതിരിച്ച് വേറെ വേറെ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നു. പക്ഷേ ബ്രഹ്മ ബാബ ഒറ്റയ്ക്ക് ശിവബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് മക്കളെ കൊണ്ട് അന്ന് മുതലേ ഈ വിങ് സർവീസുകളെല്ലാം ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കുള്ള അധ്യായങ്ങളിൽ ഓരോ പേജുകളിലും ബാബ ഇതെങ്ങനെയാണ് ചെയ്യിപ്പിച്ചത്, അങ്ങനെ ഓരോരുത്തർക്ക് സന്ദേശം ബാബ ഏതെല്ലാം യുക്തികളിലൂടെ നൽകി. അതായത് വക്കീലന്മാരാണെങ്കിൽ അവർക്ക് എങ്ങനെ സന്ദേശം കൊടുക്കണം, ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് എങ്ങനെ സന്ദേശം കൊടുക്കണം, ഓരോരുത്തർക്കും പിന്നിൽ ബാബ ഈ ജ്ഞാനത്തെ എങ്ങനെ അവരുടെ കാതുകളിൽ എത്തിക്കണം, അതിനുള്ള യുക്തികൾ. സന്യാസി ശ്രേഷ്ഠന്മാർക്കാണെങ്കിൽ എങ്ങനെ സന്ദേശം കൊടുക്കണം, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എങ്ങനെ കൊടുക്കണം, രാജ്യം ഭരിക്കുന്നവർക്ക്, എല്ലാ യുക്തികളും ബാബ അന്നേ ചെയ്തിരുന്നു. ഇനി നമുക്കത് കേൾക്കാം. അപ്പോൾ ബാബാക്ക് പ്രേരണാനുസാർ, അങ്ങനെ ബ്രഹ്മ ബാബയുടെ പ്രേരണ അനുസരിച്ച് ഈശ്വരീയ സന്ദേശം ഉയർന്ന സ്കെയിലിലുള്ള സേവനം, അതിബൃഹത്തായ സേവനങ്ങൾ ആരംഭിച്ചു. सेवा केंद्रों पर आने वाले जिज्ञासुओं को तो ईश्वरीय ज्ञान तथा सहज राजयोग की शिक्षा दी ही जाती थी. ബാബ വീട്ടിൽ വരുന്ന മക്കൾക്ക് എല്ലാവർക്കും ഈശ്വരീയ ജ്ഞാനവും രാജയോഗത്തിൻ്റെ ശിക്ഷണവും നൽകിയിരുന്നു. परंतु उसके अतिरिक्त अब जहाँ किसी संबंधित विषय पर कोई सार्वजनिक सभा होती थी, പക്ഷേ ഇത് കൂടാതെ എവിടെല്ലാം എന്തെല്ലാം പ്രോഗ്രാമുകൾ സാമൂഹികമായ രീതിയിൽ
എവിടെല്ലാം എന്തെല്ലാം വിശേഷ കാര്യങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം വഹാംബി നിമന്ത്രൺ മിൽനെ പർ, എവിടെ നിന്നെല്ലാം ക്ഷണം ലഭിച്ചുവോ അവിടെയെല്ലാം ശിവബാബയുടെ പരിചയം നൽകാൻ, സന്ദേശം നൽകാനുള്ള സേവനങ്ങൾ ആരംഭിച്ചു. ഈശ്വരീയ നിമന്ത്രൺ കാ കാഫി സംഖ്യാമേം ബാണ്ടേ ജാതേ ഥേ. അതോടുകൂടിയിട്ട് നോക്കിയാൽ ഈ സേവനത്തിന് ശേഷം, ഏത് സേവ, 57 നടന്ന വലിയ സേവ കേട്ടുവല്ലോ നമ്മൾ, വിശ്വമഹാസമ്മേളനം. അതിനുശേഷം പല സ്ഥലങ്ങളിൽ നിന്നും ഇൻവിറ്റേഷൻ കിട്ടി. ബാബയുടെ മക്കൾക്ക് ബാബയുടെ സന്ദേശം പോയി കൊടുക്കാൻ പല സ്റ്റേജുകളിലേക്കും ക്ഷണിക്കപ്പെട്ടു. बाबा ने निर्देश दिया कि राजनीतिक तथा धार्मिक नेताओं को विश्व शांति के विषय में एक पत्र लिखा जाए. ഇനി ഘട്ടം ഘട്ടമായിട്ട് ബാബ എങ്ങനെ സേവനം ചെയ്തു. ബ്രഹ്മബാബയ്ക്ക് സങ്കല്പം വന്നു, രാഷ്ട്രം ഭരിക്കുന്നവർക്കും അതേപോലെ ധാർമ്മിക നേതാക്കന്മാർ, മത നേതാക്കന്മാർ, ഈ രണ്ടു കൂട്ടർക്കും വിശ്വശാന്തി, വേൾഡ് പീസ് എന്ന വിഷയത്തെ പ്രതി ഒരു കത്തയക്കണം, സന്ദേശം. ഉൻ ദിനോ സമാചാർ പത്രം. എന്തുകൊണ്ടാണ് ബാബയ്ക്ക് സങ്കല്പം വരാൻ കാരണം? ആ സമയത്ത് പേപ്പറുകളിലെല്ലാമുള്ള മുഖ്യ ന്യൂസ് വിശ്വശാന്തി എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു, വേൾഡ് പീസിനെ കുറിച്ച്. എന്തുകൊണ്ടാണ് ആ വിഷയം ചർച്ചാ വിഷയമായത്? മാധ്യമങ്ങളിലെല്ലാം അമേരിക്കയും റഷ്യയ്ക്കും ഇടയിൽ ന്യൂക്ലിയർ ആയുധങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, ഹൈഡ്രജൻ ബോംബ്സ്, ന്യൂക്ലിയർ വെപ്പൺസ്, വളരെയധികം വിഷം നിറഞ്ഞ വാതകങ്ങൾ, ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അവർ തമ്മിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളാദ്യം ഉപയോഗിക്കോ, ഞങ്ങളാദ്യം ഉപയോഗിക്കോ, തമ്മിൽ ഇപ്രകാരം ഒരു റേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ലോകിസെ ശീത യുദ്ധ കേത്തേ ഥേ. ഇതിനെ കോൾഡ് വാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ശീതയുദ്ധം. നിശബ്ദമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം നിലനിർത്തിയിരുന്നു. അതുകൊണ്ട് എല്ലാ രാജ്യക്കാർക്കും ഭയം ഉണ്ടായിരുന്നു, ഇവർ പരസ്പരം യുദ്ധം ആരംഭിക്കുമോ. കാരണം അമേരിക്കയും റഷ്യയും കൂടെ യുദ്ധം ആരംഭിച്ചാൽ ബാക്കി എല്ലാ രാജ്യങ്ങളും ഓരോരുത്തരോടൊപ്പം ചേരാൻ തുടങ്ങും. അപ്പോൾ അതൊരു വിശ്വമഹായുദ്ധമായി മാറുമെന്ന ഭയം എല്ലാവരുടെയും പക്കലുണ്ടായിരുന്നു. പക്ഷെ രണ്ടു കൂട്ടരും മത്സരിച്ച് അണ്വായുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് വേൾഡ് പീസിനെ കുറിച്ചുള്ള വളരെയധികം ചർച്ച മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങി. എല്ലാ സ്ഥലങ്ങളിലും കിഴക്കും പടിഞ്ഞാറും എല്ലാം ഇതിൻ്റെ അലകൾ അടിച്ചുകൊണ്ടിരുന്നു. പതുക്കെ പതുക്കെ ശീതയുദ്ധം മാറിയിട്ട് അത് കോൾഡ് വാർ മാറി ഹോട്ട് വാറായിട്ട് മാറുന്ന, യുദ്ധം ചൂടുപിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. ഉൻ ദിനോ സമാചാർ പത്രോമേ ഇൻ ആണവിക് അസ്ത്രോങ്കെ. ആ സമയത്ത് വർത്തമാന പത്രങ്ങളിലെല്ലാം ഈ അണ്വായുധങ്ങളുടെ പ്രളയത്തെക്കുറിച്ച്, ഈ രണ്ട് രാജ്യങ്ങളിത് ഉപയോഗിക്കുമോ, ഇത് ഉപയോഗിച്ചാൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളെ സംബന്ധിച്ച് ന്യൂസുകൾ വരാൻ തുടങ്ങി. എന്നിട്ട് സമാധാന പ്രേമികളെല്ലാവരും എന്ത് ചെയ്തു? ഇൻകെ നിർമ്മാൺ കാര്യസെ പൈദേ ഹുയെ വ്യർത്ഥ. ഈ അണ്വായുധങ്ങളുടെ നിർമ്മാണം കാരണം ഉണ്ടാകാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ച് സൂചനകൾ നൽകിക്കൊണ്ടിരുന്നു. അതുകൂടാതെ समुद्र के जल के विषैली होने की आशंका के बारे में भी प्रसिद्ध वैज्ञानिकों के लेख छप रहे थे. അതേപോലെ ഈ ഗ്യാസ്, വിഷം നിറഞ്ഞ ഗ്യാസുകളുടെയൊക്കെ ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും കാരണം അന്തരീക്ഷത്തിൽ എന്ത് നാശം ഉണ്ടാവും, അതേപോലെ സമുദ്രജലം എങ്ങനെ മലിനമാകും, ഇതിനെക്കുറിച്ചെല്ലാം ശാസ്ത്രജ്ഞന്മാർ എഴുതുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ബാബ മുഴുവൻ വിശ്വത്തിലൊരു വിശ്വമഹായുദ്ധത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്ന, ഒരു ഭാഗത്ത് അണുവായുധങ്ങൾ ഉണ്ടാക്കി കൂട്ടിക്കൊണ്ടിരിക്കുക, മറുഭാഗത്ത് ഇതുണ്ടാക്കരുതെന്നുള്ള പ്രേരണ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ശാസ്ത്രജ്ഞന്മാർ തന്നെ ഇതിൻ്റെ
ദോഷവശങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രഹ്മബാബ രാഷ്ട്രത്തലവന്മാർക്കും ധാർമ്മിക നേതാക്കൾക്കും എങ്ങനെ സന്ദേശം കൊടുത്തു, അത് നമുക്ക് ബാക്കി നാളെ കേൾക്കാം. प्यारे बाबा आपसे शिव का मिला जो प्यार है, आपका आभार है, हम पर किया उपकार है. आपका आभार है, आपका आभार है. प्यारे बाबा आपसे शिव का मिला जो प्यार है, आपका आभार है, हम पर किया उपकार है. आपका आभार है, आपका आभार है. आपकी आँखों में देखा हमने नूरे खुदाई, आपकी बातों में मिला चैन बड़ा सुखदाई. दिव्य ज्ञान के दर्पण में शिव का हुआ दीदार है, आपका आभार है, हम पर किया उपकार है. आपका आभार है, आपका आभार है. त्याग की चैतन्य मूरत, मुख पे तप का तेज था, कांटों पर भी ऐसे थे जैसे हो सुख सेज का. वो तपोबल रच रहा सुख में नया संसार है, आपका आभार है, हम पर किया उपकार है. आपका आभार है, आपका आभार है. ब्रह्मा बाबा आपने खुद चलकर पथ दर्शाया है, आपके ही तप से तो ये शुभ दिन आज का आया है. बनकर रहेंगे आप सा, हमें आपसे बड़ा प्यार है, आपका